ഒരു ഇംഗ്ലീഷ് വേർബിന് എല്ലാ വേർബ്സിനും 4 ഫോംസ് ഉണ്ട്. ഏതെല്ലാമാണ് ഈ 4 ഫോംസ്? പ്രസന്റ് സിമ്പിൾ അഥവാ V1, ഇതിന് തന്നെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ് എന്നും പറയുന്നത്. പാസ്റ്റ് സിമ്പിൾ V2, പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3. ഇനി ഈ വേർബ്സിനെല്ലാം ഒരു ING ഫോം കൂടിയുണ്ട്, അതിന് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. ഈ 4 ഫോംസ് ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാ ടെൻസസും നിർമ്മിക്കുന്നത്. ഒട്ടുമിക്ക വേർബ്സിൻ്റെയും ഈ 4 ഫോംസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ചില വേർബ്സിൻ്റെ ING ഫോംസ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല. ചിലപ്പോൾ ING ഫോം ഉപയോഗിക്കുമ്പോഴുള്ള മീനിങ് ആയിരിക്കില്ല അതിൻ്റെ V1 അല്ലെങ്കിൽ V2 ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്നത്. ING ഫോം യൂസ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ വേർബ്സിനെ നമ്മൾ കണ്ടിന്യൂസ് ടെൻസസിൽ ഉപയോഗിക്കില്ല എന്നാണ്. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആയാലും ശരി, പാസ്റ്റ് കണ്ടിന്യൂസ് ആയാലും ശരി, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസസ് ആയാലും ശരി, എല്ലാം നമ്മൾ ING ഫോംസ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത്തരം വേർബ്സിൻ്റെ കണ്ടിന്യൂസ് ടെൻസ് ഫോംസ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല. നമ്മൾ സർവ്വസാധാരണയായി ഉപയോഗിക്കുന്ന ചില വേർബ്സ് ഇങ്ങനെ നോൺ കണ്ടിന്യൂസ് വേർബ്സ് ആണ്, അതായത് അവരെ നമ്മൾ കണ്ടിന്യൂസ് ടെൻസസിൽ യൂസ് ചെയ്യില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ നോൺ കണ്ടിന്യൂസ് വേർബ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. അപ്പം നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് അയാളെ അറിയാം. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ പറയണം. എങ്ങനെയാണ് പറയുന്നത്? ഒരാളെ അറിയുക എന്ന് പറയുമ്പോൾ അവിടെ ആക്ടിവിറ്റി ഒന്നുമില്ല, അതൊരു ആക്ഷൻ അല്ല, മറിച്ച് അതൊരു സിറ്റുവേഷനാണ്, ഒരു സ്റ്റേറ്റ് ആണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാൻ നമ്മൾ ING ഫോംസ് യൂസ് ചെയ്യില്ല. അറിയുക എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് നോ ആണ്, അതിൻ്റെ ING ഫോം നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അയാളെ അറിയാമെന്ന് നമ്മൾ ഇങ്ങനെയാണ് പറയുക, ഐ നോ ഹിം. എനിക്ക് അയാളെ അറിയാം. ഐ ആം നോയിങ് ഹിം എന്ന് പറയരുത്. നോ എന്ന വെർബിൻ്റെ ING ഫോം നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്, അത് നമ്മൾ വഴിയെ പഠിക്കും. ഐ നോ ഹിം, എനിക്ക് അയാളെ അറിയാം. നോൺ കണ്ടിന്യൂസ് വേർബ്സ് പൊതുവെ എല്ലാം എന്തെങ്കിലും ഒരു സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നതായിരിക്കും, ആക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്നതായിരിക്കില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥയെ, ഒരു സ്ഥിതിയെ സൂചിപ്പിക്കുന്ന ഇത്തരം വേർബ്സിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഫോംസിലും സാധാരണഗതിയിൽ യൂസ് ചെയ്യാതിരിക്കുന്നത്. എനിക്ക് അയാളെ അറിയാം, ഐ നോ ഹിം. എനിക്ക് അവനെ 20 വർഷമായി അറിയാം. ഇവിടെ നമ്മളൊരു ഡ്യൂറേഷൻ പറയുന്നുണ്ട്. പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്ത് ഇനി വേണമെങ്കിൽ ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ചെയ്ത് പോയേക്കാവുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ നോർമലി ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ഹാവ് ബീൻ പ്ലസ് ING അല്ലെങ്കിൽ ഹാസ് ബീൻ പ്ലസ് ING ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആക്ടിവിറ്റി ഒന്നുമില്ല, എനിക്ക് അവനെ അറിയാം എന്നാണ് പറയുന്നത്. ഇതൊരു സിറ്റുവേഷനാണ്, ഒരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നോ എന്ന വെർബിൻ്റെ ING ഫോം യൂസ് ചെയ്യാൻ സാധിക്കില്ല. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് പകരം അതുകൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോം ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3 ആണ്. എനിക്ക് അവനെ 20 വർഷമായി അറിയാം എന്നാണ് നമുക്ക് പറയേണ്ടത്. സബ്ജക്റ്റ് ഐ ആണ്, അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് ഹാവ് ആണ്. ഐ ഹാവ് നോൺ ഹിം ഫോർ 20 years. എനിക്ക് അവനെ 20 വർഷമായി അറിയാം. ഐ ഹാവ് ബീൻ നോയിങ് ഹിം ഫോർ 20 years എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ നോ എന്ന വെർബിൻ്റെ ING ഫോം നോർമലി യൂസ് ചെയ്യാറില്ല. അതുമാത്രമല്ല, ഇങ്ങനെ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല യൂസ് ചെയ്യുന്നത്, അതിന് പകരം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഡ്യൂറേഷൻ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പെർഫെക്റ്റ് ടെൻസസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എനിക്ക് അവനെ അറിയാം എന്ന് മാത്രമാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയുക ഐ നോ ഹിം എന്നാണ് പറയുക, ഐ ഹാവ് നോൺ ഹിം എന്ന് പറയില്ല. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ ഐ നോ ഹിം എന്നാണ് പറഞ്ഞത്. അവിടെ ഡ്യൂറേഷൻ ഒന്നും നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെ നമ്മളൊരു ഡ്യൂറേഷൻ പറയുന്നുണ്ട്. 20 വർഷമായി അറിയാം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ 20 വർഷമായി അറിയാം എന്ന് പറയുമ്പോൾ അത് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയാൻ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് പോരാ. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസോ ആണ്. നോ എന്ന വെർബിൻ്റെ ING ഫോം നമ്മൾ യൂസ് ചെയ്യാത്തത് കാരണം നമുക്കിവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഹാവ് ബീൻ പ്ലസ് ING ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നോയിങ് എന്ന വെർബ് യൂസ് ചെയ്യേണ്ടി വരും. അത് ഉപയോഗിക്കാൻ പറ്റാത്തത് കാരണം നമ്മളോട് ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഐ ഹാവ് നോൺ ഹിം ഫോർ 20 years. എനിക്ക് അവനെ 20 വർഷമായി അറിയാം. ഐ ഹാവ് ബീൻ നോയിങ് എന്നല്ല പറയേണ്ടത്, ഐ ഹാവ് നോൺ എന്നാണ് പറയേണ്ടത്. നിനക്ക് അവനെ അറിയാമോ? എനിക്ക് അവനെ അറിയാം എന്നെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഐ നോ ഹിം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. നിനക്ക് അവനെ അറിയാമോ? ഐ നോ ഹിം എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡു, ഡസ് ഈ 2 ഓക്സിലറീസിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യും. ഡു യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. ഐയുടെയും യുവിൻ്റെയും കൂടെയും നമ്മൾ ഡു തന്നെയാണ് യൂസ് ചെയ്യുക.
ഡസ് യൂസ് ചെയ്യുന്ന സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. ഇവിടെ നമുക്ക് നിനക്ക് അവനെ അറിയാമോ എന്നല്ലേ ചോദിക്കേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് യു ആണ്. യുവിൻ്റെ കൂടെ നമ്മൾ ഏതോ ഓക്സിലറിയാണ് യൂസ് ചെയ്യുക? ഡു ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഡു യു നോ ഹിം? നിനക്ക് അവനെ അറിയാമോ? ആർ യു നോയിങ് ഹിം എന്ന് ചോദിക്കരുത്. ഡു യു നോ ഹിം ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർ യു നോയിങ് ഹിം എന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നോ നമ്മൾ കണ്ടിന്യൂസ് ടെൻസസിൽ യൂസ് ചെയ്യാറില്ല. ഡു യു നോ ഹിം? നിനക്ക് അവനെ അറിയാമോ? എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും വേണം. ഐ എം ഹംഗ്രി. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. ഐ വാണ്ട് സംതിങ് ടു ഈറ്റ്. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. ഇവിടെ നമ്മൾ ഐ എം വാണ്ടിങ് എന്ന് പറയുന്നില്ല. നോ എന്ന വെർബിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വാണ്ട് എന്ന ഈ വെർബും നമ്മൾ ING ഫോമിൽ യൂസ് ചെയ്യാറില്ല. ഐ വാണ്ട് സംതിങ് ടു ഈറ്റ്. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. ഐ ആം വാണ്ടിങ് സംതിങ് ടു ഈറ്റ് എന്നല്ല പറയേണ്ടത്. ഐ വാണ്ട് സംതിങ് ടു ഈറ്റ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ? നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ. നോ എന്ന വെർബിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് എന്ന വെർബും നമ്മൾ ING ഫോമിൽ യൂസ് ചെയ്യില്ല. നമുക്ക് അറിയാമെന്ന് പറയാൻ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും. ഐ ആം അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയരുത്. അതുപോലെ തന്നെ അറിയില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുക. ഐ എം നോട്ട് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയരുത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ. നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ ഹാപ്പി ആണെന്ന് തോന്നുന്നില്ല. നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. ഷീ ഡസൻ സീം ഹാപ്പി. അവൾ ഹാപ്പി ആണെന്ന് തോന്നുന്നില്ല. ഷീ ഈസ് നോട്ട് സീമിങ് ഹാപ്പി അല്ല. ഷീ ഡസൻ സീം ഹാപ്പി. സീം എന്ന വെർബിൻ്റെയും ING ഫോം നമ്മൾ യൂസ് ചെയ്യാറില്ല. ഷീ ഡസൻ സീം ഹാപ്പി. അവൾ ഹാപ്പി ആണെന്ന് തോന്നുന്നില്ല. അവൾ ഹാപ്പി ആണെന്ന് തോന്നുന്നുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ഷീ സീംസ് ഹാപ്പി എന്നാണ്. ഷീ സീംസ് ടു ബി ഹാപ്പി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ടു ബി അവിടെ നിർബന്ധമില്ല. നമുക്ക് ഷീ സീംസ് ഹാപ്പി എന്ന് പറഞ്ഞാലും മതി. ഷീ ഡസൻ സീം ഹാപ്പി. അവൾ ഹാപ്പി ആണെന്ന് തോന്നുന്നില്ല. ഷീ ഈസ് നോട്ട് സീമിങ് എന്നല്ല പറയേണ്ടത്. ഷീ ഡസൻ സീം. സീം എന്ന വെർബിന്റെ ING ഫോമും നമ്മൾ ഉപയോഗിക്കാറില്ല. ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ സെന്റൻസ് ദർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ദർ ഉപയോഗിച്ചാണ് ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ദർ സീംസ് ടു ബി എ പ്രോബ്ലം. ഒരു പ്രശ്നം ഉണ്ട് എന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ ടു ബി ഉപയോഗിച്ചു. കാരണം അതിനുശേഷം വന്നിട്ടുള്ളത് ഒരു നൗണാണ്. പ്രോബ്ലം ഒരു നൗണാണ്. ഒരു നൗണിന് മുന്നിൽ നമ്മൾ സെയിം മാത്രം ഉപയോഗിച്ചാൽ പോരാ. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക സീം ടു ബി ആണ്. ദർ സീംസ് ടു ബി എ പ്രോബ്ലം. ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഷീ സീംസ് ഹാപ്പി. അവിടെ നമ്മൾ ഹാപ്പിയുടെ മുന്നിൽ സീംസ് മാത്രമാണ് ഉപയോഗിച്ചത്. സീംസ് ടു ബി ഉപയോഗിച്ചാൽ അത് തെറ്റല്ല. പക്ഷെ പൊതുവെ അഡ്ജക്റ്റീവ്സിന് മുന്നിൽ നമ്മൾ സീം അല്ലെങ്കിൽ സീംസ് അത്രയേ യൂസ് ചെയ്യാറുള്ളൂ. ടു ബി പലപ്പോഴും ഒമിറ്റ് ചെയ്യാണ് പതിവ്. പക്ഷെ നൗണിന് മുന്നിൽ നമ്മൾ പൊതുവെ സീം ടു ബി എന്ന് തന്നെയാണ് പറയുക. ദർ സീംസ് ടു ബി എ പ്രോബ്ലം. ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ദർ ഈസ് സീമിങ് അല്ല. ദർ സീംസ്. സിമ്പിൾ ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല. എനിക്ക് കാപ്പിയേക്കാൾ ഇഷ്ടം ചായയാണ്. നമ്മുടെ പ്രിഫറൻസസിനെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വെർബാണ് പ്രിഫർ. ഇതും ING ഫോമിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. എനിക്ക് കാപ്പിയേക്കാൾ ഇഷ്ടം ചായയാണ്. ഏതാണോ ഇഷ്ടം അതാണ് പ്രിഫറിന് ശേഷം വരേണ്ടത്. ഐ പ്രിഫർ ടീ ടു കോഫി. എനിക്ക് കാപ്പിയേക്കാൾ ചായയാണ് ഇഷ്ടം. നമുക്ക് ഇഷ്ടമുള്ള സാധനം ഏതോ അതാണ് പ്രിഫർ എന്ന വെർബിന് ശേഷം ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം ടു എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുക. പിന്നെ ഇഷ്ടക്കുറവുള്ള സാധനം ഏതോ അതാണ് അതിനുശേഷം ആ പ്രപ്പോസിഷന് ശേഷം ഉപയോഗിക്കുന്നത്. ഐ പ്രിഫർ ടീ ടു കോഫി. എനിക്ക് കാപ്പിയേക്കാൾ ചായയാണ് ഇഷ്ടം. ഐ പ്രിഫർ കോഫി ടു ടീ. എനിക്ക് ചായയേക്കാൾ കാപ്പിയാണ് ഇഷ്ടം. മീനിങ്ങിൽ വരുന്ന ഡിഫറൻസ് ശ്രദ്ധിക്കുക. നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ഏതോ അതാണ് പ്രിഫറിന് ശേഷം ഉപയോഗിക്കുന്നത്. പിന്നെ അതിനുശേഷം ടു എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യണം. അതിനുശേഷം കുറവ് ഇഷ്ടമുള്ള വസ്തു എന്തോ അല്ലെങ്കിൽ വ്യക്തി ഏതോ അതാണ് ആ പ്രപ്പോസിഷന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ പ്രിഫർ ടീ ടു കോഫി. എനിക്ക് കാപ്പിയേക്കാൾ കൂടുതൽ ഇഷ്ടം ചായയാണ്. ഐ ആം പ്രിഫറിങ് അല്ല. ഐ പ്രിഫർ. പ്രിഫർ എന്ന വെർബിന്റെ ING ഫോം നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല. എനിക്ക് ഒരു പരിഹാരം വേണം. വേണം. ഐ നീഡ്. പരിഹാരം എന്താ? സൊല്യൂഷൻ. ഐ നീഡ് എ സൊല്യൂഷൻ. എനിക്ക് ഒരു പരിഹാരം വേണം. ഐ ആം നീഡിങ് അല്ല. നീഡിൻ്റെ ING ഫോം നമ്മൾ നോർമലി ഉപയോഗിക്കില്ല. ഐ നീഡ് എ സൊല്യൂഷൻ. പ്രശ്നത്തിന് പരിഹാരം വേണം എന്നാണ് പറയേണ്ടതെങ്കിൽ ഐ നീഡ് എ സൊല്യൂഷൻ ടു മൈ പ്രോബ്ലം എന്ന് പറയാം. നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ് കേട്ടോ. ഐ നീഡ് എ സൊല്യൂഷൻ ടു മൈ പ്രോബ്ലം. ഫോർ അല്ല നോർമലി യൂസ് ചെയ്യാറ്. ഐ നീഡ് എ സൊല്യൂഷൻ ടു മൈ പ്രോബ്ലം. എൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണം. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുക. ബിലീവ്. ബിലീവ് എന്ന വെർബിൻ്റെയും ING ഫോം നമ്മൾ പൊതുവെ ഉപയോഗിക്കാറില്ല.
അതുകൊണ്ട് തന്നെ ബിലീവ് എന്ന വെർബ് നമ്മൾ കണ്ടിന്യൂസ് ടെൻസസിൽ ഉപയോഗിക്കാറില്ല. അതിന് പകരം നമ്മൾ സിമ്പിൾ ടെൻസസിലാണ് അത് ഉപയോഗിക്കാറ്. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നെങ്ങനെയാ പറയാ? ഐ ബിലീവ് ഇൻ ഗോഡ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഐ ആം ബിലീവിങ് ഇൻ ഗോഡ് അല്ല, കണ്ടിന്യൂസ് ടെൻസ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, സിമ്പിൾ ടെൻസ് ആണ്. ഐ ബിലീവ് ഇൻ ഗോഡ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്സ് ആണ് അല്ലേ? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആക്ടിവിറ്റി ഒന്നുമില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. വിശ്വസിക്കുക എന്നതൊരു ആക്ഷൻ അല്ല, അതൊരു സ്റ്റേറ്റ് ആണ്, ഒരു സ്ഥിതിയാണ്. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ്. ഡു യു ബിലീവ് ഇൻ ഗോഡ്? നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഓക്സിലറി എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വെക്കുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഡു യു ബിലീവ് ഇൻ ഗോഡ്? നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ആർ യു ബിലീവിങ് ഇൻ ഗോഡ് എന്നല്ല ചോദിക്കേണ്ടത്, ഡു യു ബിലീവ് ഇൻ ഗോഡ് എന്നാണ് ചോദിക്കേണ്ടത്. ആർ യു ബിലീവിങ് ഇൻ ഗോഡ് എന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. ബിലീവിൻ്റെ ING ഫോം നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല. ഡു യു ബിലീവ് ഇൻ ഗോഡ്? എൻ്റെ പുതിയ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് എന്താ നിൻ്റെ അഭിപ്രായം? എന്താണ് അഭിപ്രായം എന്നാണ് ചോദിക്കുന്നത്. എന്താ നിൻ്റെ അഭിപ്രായം എന്ന് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? വാട്ട് ഡു യു തിങ്ക്? അത്രയും ചോദിച്ചാൽ മതി. വാട്ട് ഡു യു തിങ്ക്? എൻ്റെ പുതിയ ഹെയർ സ്റ്റൈലിനെ കുറിച്ച്. ഓഫ് മൈ ന്യൂ ഹെയർ സ്റ്റൈൽ. ഓഫിന് പകരം നമുക്ക് എബൌട്ട് ഉപയോഗിക്കാം. വാട്ട് ഡു യു തിങ്ക് എബൌട്ട് മൈ ന്യൂ ഹെയർ സ്റ്റൈൽ എന്നോ വാട്ട് ഡു യു തിങ്ക് ഓഫ് മൈ ന്യൂ ഹെയർ സ്റ്റൈൽ എന്നോ ഉപയോഗിക്കാം. ഇവിടെ തിങ്ക് എന്ന വെർബിൻ്റെ അർത്ഥം അഭിപ്രായം എന്നാണ്. നിനക്ക് എന്ത് തോന്നുന്നു എൻ്റെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച്? അതാണ് ഇവിടെ തിങ്ക് എന്ന വെർബിന് അർത്ഥം. ഈ അർത്ഥത്തിൽ തിങ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ING ഫോം ഉപയോഗിക്കില്ല. വാട്ട് ഡു യു തിങ്കിന് പകരം നമുക്ക് വാട്ട് ആർ യു തിങ്കിങ് എന്നിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അഭിപ്രായം എന്ന മീനിങ്ങിൽ തിങ്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ING ഫോം യൂസ് ചെയ്യരുത്. നിനക്ക് എന്ത് തോന്നുന്നു? എൻ്റെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു? അല്ലെങ്കിൽ എൻ്റെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം എന്നറിയാൻ. എൻ്റെ ജോലിയെക്കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം? എൻ്റെ കാറിനെ കുറിച്ച്, എൻ്റെ വീടിനെ കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം എന്നെല്ലാം ചോദിക്കാൻ നമ്മൾ വാട്ട് ഡു യു തിങ്ക് ആണ് ഉപയോഗിക്കുക, വാട്ട് ആർ യു തിങ്കിങ് എന്ന് ഉപയോഗിക്കരുത്. തിങ്കിൻ്റെ ING ഫോമിന് വേറൊരു മീനിങ് ആണുള്ളത്. ഞാനൊരു നോവൽ എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ആലോചിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക എന്ന അർത്ഥത്തിൽ തിങ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ING ഫോം ആണ് യൂസ് ചെയ്യുക. ഇത് ശ്രദ്ധിക്കുക. അഭിപ്രായം എന്ന അർത്ഥത്തിൽ തിങ്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ING ഫോം യൂസ് ചെയ്യരുത്. പക്ഷെ ആലോചിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക എന്ന അർത്ഥത്തിൽ തിങ്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ING ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. ഞാനൊരു നോവൽ എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഐ തിങ്ക് ഓഫ് അല്ല, ഐ ആം തിങ്കിങ് ഓഫ് റൈറ്റിംഗ് എ നോവൽ. ഐ ആം തിങ്കിങ് ഓഫ് റൈറ്റിംഗ് എ നോവൽ. ഐ ആം തിങ്കിങ് എബൌട്ട് റൈറ്റിംഗ് എ നോവൽ തെറ്റല്ല. നമുക്ക് തിങ്കിന് ശേഷം ഓഫ് അല്ലെങ്കിൽ എബൌട്ട് ഉപയോഗിക്കാം. മീനിങ്ങിൽ വലിയൊരു വ്യത്യാസമൊന്നും വരുന്നില്ല. ഓഫ് ആയാലും എബൌട്ട് ആയാലും അതിനുശേഷം ING ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. ഒരു പ്രിപ്പോസിഷന് ശേഷം നമുക്ക് ING ഫോമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് പിന്നെ അവിടെ ടു ഇൻഫിനിറ്റീവോ അതല്ലാതെ V1 ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. ഐ ആം തിങ്കിങ് ഓഫ് റൈറ്റിംഗ് എ നോവൽ. ഐ ആം തിങ്കിങ് ഓഫ് റൈറ്റ് അല്ല, ഐ ആം തിങ്കിങ് ഓഫ്. അതുപോലെ തന്നെ ഐ ആം തിങ്കിങ്ങിന് പകരം ഐ തിങ്ക് എന്ന് പറയരുത്. ഞാൻ ആലോചിക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു എന്ന അർത്ഥത്തിൽ തിങ്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ING ഫോം തന്നെ വേണം യൂസ് ചെയ്യാൻ. ഐ ആം തിങ്കിങ് ഓഫ് റൈറ്റിംഗ് എ നോവൽ. ഐ തിങ്ക് ഓഫ് അല്ല. ഇവിടെ തിങ്കിന് അർത്ഥം കൺസിഡർ, ഞാൻ ആലോചിക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു എന്നാണ്. ഈ അർത്ഥത്തിൽ ING ഫോമിൽ വേണം നമ്മൾ തിങ്ക് ഉപയോഗിക്കാൻ. ചില വേർബ്സിന് അതിൻ്റെ ING ഫോം ഉപയോഗിക്കുമ്പോഴുള്ള മീനിങ് അല്ല അതിൻ്റെ V1 ഉപയോഗിക്കുമ്പോൾ വരുന്നത്. തിങ്ക് ആ ഗ്രൂപ്പിൽ വരുന്ന ഒരു വെർബാണ്. നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു, അതാണ് എൻ്റെ അഭിപ്രായം. ഐ തിങ്ക്. ഐ ആം തിങ്കിങ് അല്ല, ഐ തിങ്ക്. നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധമാണ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് ആണ് എന്ന് എനിക്ക് തോന്നുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മളിതിവിടെ പറയുന്നത്. ഐ തിങ്ക് വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. ഐ ആം തിങ്കിങ് അല്ല, തോന്നുന്നു എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ തിങ്കിൻ്റെ ING ഫോം യൂസ് ചെയ്യില്ല. ING ഫോം ഉപയോഗിക്കുന്നത് ചിന്തിക്കുക എന്ന അർത്ഥത്തിൽ മാത്രമാണ്. ഐ തിങ്ക് വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. ഐ ആം തിങ്കിങ് അല്ല. നീ എന്തിനെ പറ്റിയാണ് ആലോചിക്കുന്നത്? ആലോചിക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ ING ഫോം ആണ് തിങ്കിൻ്റെ യൂസ് ചെയ്യുക. വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? നീ എന്തിനെ പറ്റിയാണ് ആലോചിക്കുന്നത്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് അല്ല, വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്. ആലോചിക്കുക എന്ന അർത്ഥത്തിൽ തിങ്കിൻ്റെ ING ഫോം തന്നെ വേണം യൂസ് ചെയ്യാൻ. അതിൻ്റെ ഇൻഫിനിറ്റീവ് V1 ഉപയോഗിക്കരുത്. ഈ മുറിയിൽ ദുർഗന്ധമുണ്ട്. ഗന്ധം എന്ന് പറയുമ്പോൾ സ്മെൽ, അതൊരു നൗണാണ്. അത് നല്ലതായിരിക്കാം, ചീത്തതായിരിക്കാം. നല്ല സ്മെല്ലിന് നമ്മൾ ഗുഡ് സ്മെൽ എന്ന് പറയും, അല്ലെങ്കിൽ പ്ലസൻറ്റ് സ്മെൽ എന്ന് പറയും. ചീത്ത സ്മെല്ല്, നമുക്ക് ഇഷ്ടമില്ലാത്ത സ്മെല്ല് നമ്മൾ ബാഡ് സ്മെല്ലെന്നോ ഫൗൾ സ്മെല്ലെന്നോ പറയും. സ്മെൽ എന്ന ഈ വാക്കിനെ നമുക്ക് വെർബായും യൂസ് ചെയ്യാം.
ഇങ്ങനെ വെർബായി യൂസ് ചെയ്യുമ്പോൾ മുറിയിൽ സ്മെല്ലുണ്ട് അതെല്ലാം പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ING ഫോം യൂസ് ചെയ്യില്ല. ഇപ്പോൾ ഈ മുറിയിൽ ദുർഗന്ധമുണ്ട് എന്ന് പറയാൻ ദിസ് റൂം സ്മെൽസ് എന്ന് പറഞ്ഞാൽ മതി. ദിസ് റൂം സ്മെൽസ് എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നമ്മളിത് സ്മെല്ല് വെർബായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സബ്ജക്റ്റായ റൂം സിംഗുലർ ആയത് കാരണം നമ്മൾ ആ സ്മെല്ലിൻ്റെ കൂടെ ഒരു എസ് കൂടി ആഡ് ചെയ്തു. ഈ മീനിങ്ങിൽ, അതായത് ഗന്ധമുണ്ട്, നോർമലി ഇങ്ങനെ പറയുമ്പോൾ ഇതിനർത്ഥം ദുർഗന്ധമുണ്ട് എന്നാണ്. ദിസ് റൂം സ്മെൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ സുഗന്ധമുണ്ട് എന്നല്ല, ദുർഗന്ധമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ, ഫിഷ് ആയാലും മീറ്റ് ആയാലും അത് കേടുവന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക അതിൻ്റെ ഗന്ധത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ദ ഫിഷ് സ്മെൽസ് അല്ലെങ്കിൽ ദ മീറ്റ് സ്മെൽസ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അത് കേടുവന്ന് പോയിരിക്കുന്നു, അതിന് ദുർഗന്ധമുണ്ട് എന്നാണ് അർത്ഥം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ബാഡ് എന്ന ഒരു ചീത്ത ഗന്ധമുണ്ട് എന്ന അർത്ഥത്തിൽ ദ റൂം സ്മെൽസ് ബാഡ് എന്ന് പറയാം. ബാഡ്ലി എന്നല്ല പറയുന്നത്. സ്മെൽ എന്ന വെർബ് ഒരു കോപ്പുലർ വെർബാണ്. നമ്മൾ നമ്മുടെ സെൻസസ് ഉപയോഗിച്ച് കാണുന്ന കാര്യങ്ങളെക്കുറിച്ച്, കേൾക്കുന്നതിനെക്കുറിച്ച്, അതായത് അത്തരം വേർഡ്സ് സീ കാണുക, ഹിയർ കേൾക്കുക, സ്മെൽ മണക്കുക, അതുപോലെ തന്നെ ടേസ്റ്റ് രുചിക്കുക, ഇതെല്ലാം കോപ്പുലർ വേർബ്സ് ആണ്. ഈ കോപ്പുലർ വേർബ്സിന് ശേഷം നമ്മൾ അഡ്വേർബ്സ് യൂസ് ചെയ്യില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദിസ് റൂം സ്മെൽസ് ബാഡ് എന്ന് പറയാം, ഓഫുൾ എന്ന് പറയാം. അതിനെല്ലാം അർത്ഥം ഈ റൂമിന് ദുർഗന്ധമുണ്ട് എന്നാണ്. ദിസ് റൂം സ്മെൽസ് എന്ന് പറഞ്ഞാലും ഇതിന് ദുർഗന്ധമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ നമുക്ക് നല്ല ഗന്ധമുണ്ട്. ഇപ്പോൾ മുല്ലപ്പൂവാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല സ്മെല്ലാണ്, നല്ല സുഗന്ധമാണ്. അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് എന്ത് പറയാം, ജാസ്മിൻ സ്മെൽസ് എന്ന് പറഞ്ഞാൽ പോരാ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജാസ്മിൻ എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് അത് നല്ല ഗന്ധമാണോ ചീത്ത ഗന്ധമാണോ എന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ അവിടെ പറയാം ജാസ്മിൻ സ്മെൽസ് ഗുഡ് എന്നാണ്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി അതിൻ്റെ സ്മെല്ല് നല്ലതാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ പറയും ദ സൂപ്പ് സ്മെൽസ് ഗുഡ്. സൂപ്പിൻ്റെ സ്മെല്ല് വളരെ നല്ലതാണ്. ദ സൂപ്പ് അല്ലെങ്കിൽ ദ സ്റ്റ്യൂ സ്മെൽസ് ഗുഡ്. നമ്മൾ അവിടെ ഗുഡ് എന്നൊരു അഡ്ജക്റ്റീവ് അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇങ്ങനെ ഈ അഡ്ജക്റ്റീവ് ഒന്നും ഇല്ലാതെ സ്മെൽസ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ദുർഗന്ധമുണ്ട് എന്നാണ്. ഈ മീനിങ്ങിൽ നമ്മൾ ഇതിൻ്റെ ING ഫോം ഉപയോഗിക്കില്ല. ദ റൂം ഈസ് സ്മെല്ലിംഗ് ബാഡ് എന്ന് പറയില്ല, ദ റൂം സ്മെൽസ് അല്ലെങ്കിൽ ദ റൂം സ്മെൽസ് ബാഡ്. പക്ഷെ നമ്മൾ എന്തിൻ്റെയെങ്കിലും ഗന്ധം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മണത്ത് നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ING ഫോംസും യൂസ് ചെയ്യാം. V1 അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നീ എന്താണ് ആ ചീസ് മണത്ത് നോക്കുന്നത്? നമ്മുടെ ഭക്ഷ്യവസ്തുക്കളൊക്കെ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ സ്മെല്ല് നോക്കും, അത് നല്ലതാണോ കേട് വന്നിട്ട് പോയിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി. ഇതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? വൈ ആർ യു സ്മെല്ലിംഗ് ദാറ്റ് ചീസ്? നീ എന്തുകൊണ്ടാണ് ആ ചീസ് സ്മെല്ല് ചെയ്ത് നോക്കുന്നത്? വൈ ആർ യു സ്മെല്ലിംഗ് ദ ചീസ് അല്ലെങ്കിൽ ദാറ്റ് ചീസ്. ആ ചീസ് എന്നർത്ഥത്തിൽ നമുക്ക് ദാറ്റ് ചീസ് എന്ന് പറയാം. ഇവിടെ നമ്മൾ ING ഫോം ഉപയോഗിച്ചു. ഒരു ഭക്ഷ്യവസ്തുവിന് അല്ലെങ്കിൽ ഒരു റൂമിന്, മറ്റേതെങ്കിലും ഒരു വസ്തുവിന് ദുർഗന്ധമുണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ സ്മെല്ല് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ING ഫോം ഉപയോഗിക്കരുത്. നമ്മൾ അതിൻ്റെ ഗന്ധം നോക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ING ഫോമും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് വേർബ് ഫോംസും നമുക്ക് യൂസ് ചെയ്യാം. പൂച്ചകൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ സ്മെല്ലൊന്ന് നോക്കും. നമുക്കതിങ്ങനെ പറയാം, ക്യാറ്റ്സ് സ്മെൽ ദെയർ ഫുഡ് ബിഫോർ ഈറ്റിംഗ്. ക്യാറ്റ്സ് സ്മെൽ ദെയർ ഫുഡ്. അവരവരുടെ ഭക്ഷണത്തിൻ്റെ ഗന്ധം നോക്കുന്നുണ്ട്. ക്യാറ്റ്സ് സ്മെൽ ദെയർ ഫുഡ് ബിഫോർ ഈറ്റിംഗ്. ഇവിടെ നമ്മൾ V1 ആണ് യൂസ് ചെയ്തത്, ING ഫോം അല്ല ഉപയോഗിച്ചത്. പക്ഷെ അതിന് മുകളിലത്തെ സെൻറ്റൻസിൽ നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. വൈ ആർ യു സ്മെല്ലിംഗ് ദ ചീസ്? നീ എന്തുകൊണ്ടാണ് ആ ചീസ് മണത്ത് നോക്കുന്നത്? അതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി എന്ന രീതിയിലാണ് നമ്മൾ അവിടെ ING ഫോം യൂസ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസിൽ ക്യാറ്റ് സ്മെൽ ദെയർ ഫുഡ് എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു ഹാബിറ്റാണ്. പൂച്ചകൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ സ്മെല്ലൊന്ന് നോക്കും. ഒരു ഹാബിറ്റിനെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് നമ്മളവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചത്. എനിക്ക് 52 കിലോ ഭാരമുണ്ട്. ഇപ്പോൾ നേരത്തെ സ്മെല്ലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ റൂമിൽ ദുർഗന്ധമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ING ഫോം ഉപയോഗിക്കില്ല, ദ റൂം സ്മെൽസ് എന്നല്ലേ പറയാം. അതുപോലെ എനിക്ക് ഇത്ര ഭാരമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന് ഇത്ര തൂക്കമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ING ഫോം ഉപയോഗിക്കില്ല. എനിക്ക് 52 കിലോ ഭാരമുണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറയാം, ഐ വെയ് 52 കിലോസ്. എനിക്ക് 52 കിലോ ഭാരമുണ്ട്. ഐ വെയ് 52 കിലോസ്. ഐ ആം വെയിങ് എന്നല്ല പറയുന്നത്, ഐ വെയ് എന്നാണ്. ING ഫോമോട് ഉപയോഗിക്കില്ല. ഈ മീനിങ്ങിൽ ING ഫോം ഉപയോഗിക്കില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ഭാരം നോക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ നമ്മുടെ വെയിറ്റ് നോക്കുന്നത്, തൂക്കി നോക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ING ഫോം യൂസ് ചെയ്യാം, അതുപോലെ തന്നെ V1 യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ ഭാരം നോക്കുകയാണ്, ഞാനിപ്പോൾ എൻ്റെ തൂക്കം നോക്കുകയാണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ നമുക്ക് ING ഫോം ഉപയോഗിക്കാം. ഐ ആം വെയിങ് മൈസെൽഫ്. ഞാൻ എൻ്റെ ഭാരം നോക്കുകയാണ്. ഐ ആം വെയിങ് മൈസെൽഫ്. ഇവിടെ നമ്മൾ മൈസെൽഫ് എന്നൊരു റിഫ്ലെക്സീവ് പ്രൊനൗൺ കൂടി ഉപയോഗിച്ചു. കാരണം ഞാൻ എൻ്റെ തന്നെ ഭാരമാണ് നോക്കുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ കുറച്ച് റൈസ് വാങ്ങിച്ചു, അതിൻ്റെ ഭാരമാണ് നോക്കുന്നതെങ്കിൽ ഐ ആം വെയിങ് ദ റൈസ് എന്ന് പറയാം. നമ്മുടെ ഭാരം തന്നെയാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ഐ ആം വെയിങ് മൈസെൽഫ്. ഞാൻ എൻ്റെ തന്നെ ഭാരം നോക്കുകയാണ്.
ഐ ആം വെയിങ് മീ എന്നല്ല പറയേണ്ടത്, ഐ ആം വെയിങ് മൈസെൽഫ്. ഇവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരേ വ്യക്തിയാണ്. ഇങ്ങനെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരേ വ്യക്തിയാവുന്ന സമയത്ത് നമ്മൾ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നതാണ് ഈ മൈസെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ് അതുപോലുള്ള റിഫ്ലെക്സീവ് പ്രൊനൗൺസ്. ഞാൻ എൻ്റെ ഭാരം എന്നും നോക്കുന്ന ആളാണ് എന്നാണ് പറയേണ്ടതെങ്കിലോ അതിനിങ്ങനെയാണ് പറയുക, ഐ വെയ് മൈസെൽഫ് എവരിഡേ. ഞാൻ എൻ്റെ ഭാരം എന്നും നോക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. കാരണം ഇതൊരു ഹാബിറ്റ് പോലെയാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഭാരം എന്നും നോക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അതെൻ്റെ ഒരു രീതിയാണ്, ഒരു ഹാബിറ്റാണ്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഐ വെയ് മൈസെൽഫ് എവരിഡേ. ഞാൻ എന്നും എൻ്റെ ഭാരം നോക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഭാരം നോക്കുകയാണ് എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയാം ഐ ആം വെയിങ് മൈസെൽഫ് എന്നാണ് പറയാം. ഞാൻ ഇപ്പോൾ അതാണ് ചെയ്യുന്നത് എന്നർത്ഥം. എനിക്ക് ഈ നിറം ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ലവ്, ലൈക്ക്, ഡിസ്ലൈക്ക് ഇതിൻ്റെ ഒന്നും ING ഫോംസ് നമ്മൾ നോർമലി യൂസ് ചെയ്യില്ല. എനിക്ക് ഈ നിറം ഇഷ്ടമാണ്, ഐ ലൈക്ക് ദിസ് കളർ, അല്ലെങ്കിൽ ഐ ലവ് ദിസ് കളർ. ഐ ആം ലൈക്കിംഗ് ദിസ് കളർ എന്ന് പറയരുത്. അതുപോലെ തന്നെ ഐ ആം ലവിങ് ദിസ് കളർ എന്നും പറയരുത്. ഏതോ ഒരു കമ്പനിയുടെ പരസ്യത്തിൽ ഐ ആം ലവിങ് ഇറ്റ് എന്നൊരു ടാഗ് ലൈൻ ഉണ്ട്. അത് അവരൊരു പക്ഷേ ശ്രദ്ധ പിടിച്ച് പറ്റുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കാം. ലവ്, ലൈക്ക് ഈ വേർബ്സിന്റെ ING ഫോം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാറില്ല. ഐ ലവ് ഇറ്റ് അല്ലെങ്കിൽ ഐ ലൈക്ക് ഇറ്റ് അങ്ങനെ തന്നെ വേണം പറയാൻ. ഐ ആം ലവിങ് ഇറ്റ് എന്ന് പറയരുത്. അതുപോലെ തന്നെ ഐ ആം ലൈക്കിംഗ് ദിസ് കളർ എന്നും പറയരുത്. ഐ ലൈക്ക് ദിസ് കളർ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ING ഫോംസ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ജോലി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം ഐ ലവ് മൈ ജോബ് എന്ന് പറയാം. ലവ്, ലൈക്ക് ഈ വേർബ്സിന്റെ മീനിങ് സിമിലർ ആണ്. തീവ്രമായ ഇഷ്ടത്തിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ലവ് യൂസ് ചെയ്യുന്നത്. പലരും കരുതിയിരിക്കുന്ന പോലെ റൊമാൻറ്റിക് റിലേഷൻഷിപ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വേർഡ് അല്ല ലവ്. നമുക്ക് ഇഷ്ടമുള്ള എന്തിനെക്കുറിച്ചും, നമുക്ക് വളരെ ഇഷ്ടമുള്ള എന്തിനെക്കുറിച്ച് പറയാനും നമുക്ക് ഈ വെർബ് യൂസ് ചെയ്യാം. നമ്മുടെ ജോലി ഇഷ്ടമാണ് എന്ന് പറയാൻ ഐ ലവ് മൈ ജോബ് എന്ന് പറയാം. നമ്മുടെ രാജ്യത്തിനെ ഇഷ്ടമാണ് എന്ന് പറയാം ഐ ലവ് മൈ കൺട്രി എന്ന് പറയാം. നമ്മൾ വളർത്തുന്ന ജീവികളെ എല്ലാം ഇഷ്ടമാണെന്ന് പറയാം ഐ ലവ് മൈ ക്യാറ്റ്, ഐ ലവ് മൈ ഡോഗ് എല്ലാം നമുക്ക് പറയാവുന്നതാണ്. ലൈക്ക് എന്ന് പറയുമ്പോൾ അത്ര തന്നെ തീവ്രമല്ലാത്ത ഒരു ഇഷ്ടമാണ്. ഞാൻ നാളെ ഡോക്ടറെ കാണുന്നുണ്ട്. ഇതിനർത്ഥം എന്താ? ഞാൻ നാളെ ഡോക്ടറെ വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ലേ. ഇങ്ങനെ വിസിറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ നമുക്ക് സി എന്ന വെർബിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ING ഫോം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാൻ നാളെ ഡോക്ടറെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഐ ആം വിസിറ്റിംഗ് ദ ഡോക്ടർ ടുമോറോ. അതിന് പകരം നമുക്ക് എന്ത് പറയാം? ഐ ആം സീയിങ് ദ ഡോക്ടർ ടുമോറോ. നമ്മളിവിടെ ING ഫോം തന്നെയാണ് ഉപയോഗിച്ചത്. ഇത് നാളെ നടക്കാൻ പോകുന്ന, എന്നാൽ ഇപ്പം തന്നെ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യമാണ്. ഇങ്ങനെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തീരുമാനം ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇത് ഫ്യൂച്ചറിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്, പക്ഷെ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ അല്ല ഉപയോഗിക്കുന്നത്. അതിന് പകരം പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ഐ ആം സീയിങ് ദ ഡോക്ടർ ടുമോറോ. ഞാൻ നാളെ ഡോക്ടറെ കാണുന്നുണ്ട്. ഇതിനർത്ഥം ഞാൻ നാളെ ഡോക്ടറെ വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇങ്ങനെ സന്ദർശിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ സി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ING ഫോം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നല്ല, അതിൻ്റെ ING ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ സി എന്ന വെർബിന് മനസ്സിലാക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. ഐ സി എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ സംസാരത്തിനിടയിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണിത്, ഐ സി. മറ്റേയാൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് നമ്മൾ ആ എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തിൽ സി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ING ഫോം യൂസ് ചെയ്യരുത്. നീ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഐ സി വാട്ട് യു മീൻ. നീ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിനർത്ഥം ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ എന്നാണ്. നീ പറയുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ സി എന്ന വെർബും അണ്ടർസ്റ്റാൻഡ് എന്ന വെർബും ഈ മീനിങ്ങിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ING ഫോം ഉപയോഗിക്കില്ല. അണ്ടർസ്റ്റാൻഡിൻ്റെ ING ഫോം നമ്മൾ നോർമലി യൂസ് ചെയ്യില്ല. സിയുടെ ING ഫോം പക്ഷെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സന്ദർശിക്കുക, ഒരാളെ കാണാൻ പോവുക എന്ന അർത്ഥത്തിൽ നമ്മൾ സി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ING ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡ് എന്ന മീനിങ്ങിൽ സി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ING ഫോം ഉപയോഗിക്കരുത്. ഐ സീ വാട്ട് യു മീൻ. ഐ ആം സീയിങ് വാട്ട് യു മീൻ അല്ല, ഐ സീ വാട്ട് യു മീൻ. കുട്ടികൾ ഗാർഡനിൽ കളിക്കുന്നത് എനിക്ക് കാണാം. കാണുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ് സി. അണ്ടർസ്റ്റാൻഡ് എന്ന മീനിങ്ങിൽ സി ഉപയോഗിക്കുമ്പോൾ നമ്മളതിൻ്റെ ING ഫോം യൂസ് ചെയ്യില്ല. കാണുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോഴും നമ്മളതിൻ്റെ ING ഫോം യൂസ് ചെയ്യാറില്ല. പക്ഷെ നമുക്ക് സി, ഹിയർ, സ്മെൽ, ടേസ്റ്റ് ഈ വേർബ്സിൻ്റെ എല്ലാം കൂടെ നമുക്ക് ക്യാൻ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയ ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ സെൻറ്റൻസ് തന്നെ നോക്കൂ. കുട്ടികൾ ഗാർഡനിൽ കളിക്കുന്നത് എനിക്ക് കാണാം. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് നോക്കുകയായിരിക്കും, ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി. അവരവിടെ കളിക്കുന്നുണ്ട്, ഞാനത് ഇവിടെ ഇരുന്ന് നോക്കി കാണുകയാണ്. പക്ഷെ ഐ ആം സീയിങ് എന്നല്ല പറയാം. അതിന് പകരം ഐ സീ എന്നും അല്ല പറയുന്നത്. അതിന് പകരം നമ്മൾ പറയാം ഐ ക്യാൻ സീ എന്നാണ്. ഐ ക്യാൻ സീ ദ കിഡ്സ് പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. കുട്ടികൾ ഗാർഡനിൽ കളിക്കുന്നത് എനിക്ക് കാണാം.
ഐ ആം സീയിങ് എന്ന് ഇവിടെ പറയില്ല. സി എന്ന വെർബിനെ ഈ ഒരു മീനിങ്ങിൽ കാണുക എന്ന അർത്ഥത്തിൽ സിയുടെ ഐ എൻ ജി ഫോം നമ്മൾ യൂസ് ചെയ്യില്ല. വിസിറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ സിയുടെ ഐ എൻ ജി ഫോം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഐ ആം സീയിങ് ദ കിഡ്സ് എന്നല്ല നമ്മൾ പറയുക, ഐ ക്യാൻ സീ ദ കിഡ്സ് പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. സീ, ഹിയർ, സ്മെൽ, ടേസ്റ്റ് ഈ വേർബ്സിന്റെ കൂടെ നമ്മൾ ഈ ഒരു മീനിങ്ങിൽ ക്യാൻ വളരെ കോമൺ ആയി യൂസ് ചെയ്യും. എന്തോ കരിയുന്ന ഗന്ധം വരുന്നു. അപ്പോൾ നമുക്ക് ആ സ്മെല്ല് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി അറിയുന്നുണ്ട്. ഐ ആം സ്മെല്ലിങ് എന്നല്ല പറയുന്നത്. അതെങ്ങനെയാ പറയുക? അപ്പോൾ സ്മെൽ എന്ന വെർബിന്റെ ഐ എൻ ജി ഫോം നമ്മൾ ഈ മീനിങ്ങിൽ ഒന്നും യൂസ് ചെയ്യില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് മണത്ത് നോക്കുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഐ ആം സ്മെല്ലിങ് എന്ന് പറയാം. ഇവിടെ നമ്മളിത് ഇങ്ങനെയാ പറയാ, ഐ ക്യാൻ സ്മെൽ സംതിങ് ബേണിംഗ്. എന്തോ കരിഞ്ഞ ഗന്ധം വരുന്നു, എനിക്കത് അനുഭവപ്പെടുന്നുണ്ട്. ഐ ക്യാൻ സ്മെൽ സംതിങ് ബേണിംഗ്. എന്തോ കരിയുന്ന ഒരു ഗന്ധം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഐ ക്യാൻ സ്മെൽ. ഐ ആം സ്മെല്ലിംഗ് അല്ല, ഐ ക്യാൻ സ്മെൽ. നേരത്തെ നമ്മൾ നോ എന്ന വെർബിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, നോയ് എന്ന വെർബിന്റെ ഐ എൻ ജി ഫോം നമ്മൾ നോർമലി യൂസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ വെർബ്സിൽ പലതിൻ്റെയും ഐ എൻ ജി ഫോം നമ്മൾ ഒരു കണക്ടർ എന്ന രീതിയിൽ, ഒരു പാർട്ടിസിപ്പിൾ എന്ന രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിക്കും. കണ്ടിന്യൂസ് ടെൻസസിൽ, അതായത് പ്രസന്റ് കണ്ടിന്യൂസിലോ പാസ്റ്റ് കണ്ടിന്യൂസിലോ പെർഫെക്റ്റ് കണ്ടിന്യൂസിലോ ഒന്നും നമ്മൾ അതിനെ ഐ എൻ ജി ഫോം യൂസ് ചെയ്യില്ല എന്നേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടിസിപ്പിൾ എന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ എല്ലാം ഐ എൻ ജി ഫോം, പലപ്പോഴും പലതിൻ്റെയും ഐ എൻ ജി ഫോം യൂസ് ചെയ്യാൻ സാധിക്കും. നോ അതുപോലൊരു വെർബാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ പോയി. ഐ വെന്റ് ഹോം. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഐ ഡിഡിൻ നോ വാട്ട് ടു ഡു. ഇതല്ലേ നമ്മുടെ രണ്ട് ക്ലോസസ്. ഐ വെന്റ് ഹോം, ഐ ഡിഡിൻ നോ വാട്ട് ടു ഡു. നോട്ട് നോയിങ് വാട്ട് ടു ഡു, ഐ വെന്റ് ഹോം. ഐ ഡിഡിൻ നോ വാട്ട് ടു ഡു എന്ന ആ ക്ലോസിന് പകരമായി നമ്മളിവിടെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പാർട്ടിസിപ്പിൾ ക്ലോസ്. നോട്ട് നോയിങ് വാട്ട് ടു ഡു, ഐ വെന്റ് ഹോം. നമ്മൾ നോർമലി ഐ എൻ ജി ഫോംസിൽ ഉപയോഗിക്കാത്ത പല വേർബ്സിനെയും നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. നോട്ട് നോയിങ് വാട്ട് ടു ഡു, ഐ വെന്റ് ഹോം. ഞാൻ വീട്ടിലേക്ക് പോയി. ഐ ഡിഡിൻ നോ വാട്ട് ടു ഡു, ഐ വെന്റ് ഹോം. ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. നമ്മൾ അതിനെ കണക്ട് ചെയ്യുമ്പോൾ ആ ഡിഡിൻ നോ എന്നതിന് പകരം നോട്ട് നോയിങ് എന്നൊരു ഐ എൻ ജി ഫോം അവിടെ ഉപയോഗിച്ചു. പല വേർബ്സിനെയും നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും. കണ്ടിന്യൂസ് ടെൻസസിൽ നമ്മൾ അവരെ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഒരു കണക്ടർ എന്ന രീതിയിൽ അതിന്റെ പാർട്ടിസിപ്പിൾ ഫോം, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അവൻ സ്വാർത്ഥനാണ്, എനിക്ക് അവനെ ഇഷ്ടമല്ല. ഒരാളുടെ ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ സ്വാർത്ഥനാണ്, ഹീ ഈസ് സെൽഫിഷ്. നമ്മൾ ഉപയോഗിച്ച സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. എനിക്ക് അവനെ ഇഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക് ഹിം. ഐ ആം നോട്ട് ലൈക്കിംഗ് ഹിം എന്ന് പറയരുത്. എനിക്ക് അവനെ ഇഷ്ടമല്ല എന്നതിന് ഐ ഡോണ്ട് ലൈക്ക് ഹിം. ലൈക്കിന്റെ ഐ എൻ ജി ഫോം നമ്മൾ നോർമലി യൂസ് ചെയ്യില്ല. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ലൈക്ക് എന്ന വെർബ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പെർഫെക്റ്റ് ടെൻസിൽ നമുക്ക് ഉപയോഗിക്കാം. പ്രസന്റ് പെർഫെക്റ്റില്, പാസ്റ്റ് പെർഫെക്റ്റില് അങ്ങനെയെല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും. ഹീ ഈസ് സെൽഫിഷ്, ഐ ഡോണ്ട് ലൈക്ക് ഹിം. ഇത് അവന്റെ സാധാരണയുള്ള ഒരു ട്രേറ്റ് ആണ്. അവൻ പൊതുവെ സ്വാർത്ഥനായ ഒരു വ്യക്തിയാണ് എന്നർത്ഥം. അത് പറയാൻ നമ്മളിവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. ഈസ് ഒരു പ്രൈമറി ഓക്സിലറി വെർബാണ്. അത് ഈ സെന്റൻസിലെ മെയിൻ വെർബും അത് തന്നെയാണ്. ഈ സെന്റൻസിനകത്ത് വേറെ വെർബ്സ് ഒന്നും നമുക്ക് കാണുന്നില്ല. പ്രൈമറി ഓക്സിലറീസ് ഇങ്ങനെ നമുക്ക് ഓക്സിലറി വെർബ്സ് ആയും യൂസ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ മെയിൻ വെർബായും യൂസ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ പൊതുവെ സ്വാർത്ഥനല്ലാത്ത ഒരു വ്യക്തി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്വാർത്ഥതയോടെ പെരുമാറുന്നുണ്ട് എന്ന് കരുതുക. അങ്ങനെയാവുമ്പോൾ നമ്മൾ അവിടെ പറയുക ഹീ ഈസ് സെൽഫിഷ് എന്നല്ല. അതിന് പകരം നമ്മൾ അവിടെ ഒരു ഐ എൻ ജി ഫോം യൂസ് ചെയ്യും. അതിങ്ങനെയാണ് നമ്മൾ പറയാം, നീ എന്താ ഇത്ര സ്വാർത്ഥനായി പെരുമാറുന്നത്, നീ സാധാരണ ഇങ്ങനെയല്ലല്ലോ. ഇതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? വൈ ആർ യു സോ സെൽഫിഷ് എന്നല്ല ചോദിക്കുക, വൈ ആർ യു ബീയിങ് സോ സെൽഫിഷ് എന്നാണ് ചോദിക്കുക. നീ എന്താണ് ഇത്ര സ്വാർത്ഥനായി പെരുമാറുന്നത്? യു ആർ നോട്ട് യൂഷ്വലി ലൈക്ക് ദിസ്. ഇതുപോലെ അല്ലല്ലോ നീ സാധാരണ. വൈ ആർ യു ബീയിങ് സോ സെൽഫിഷ്. വൈ ആർ യു സോ സെൽഫിഷ് എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. വൈ ആർ യു സോ സെൽഫിഷ് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം നീ എന്തുകൊണ്ടാണ് ഇത്ര സ്വാർത്ഥൻ. എല്ലാ ദിവസങ്ങളിലും എല്ലായ്പ്പോഴും അയാൾ സ്വാർത്ഥനാണ് എന്നാണ് ആ സെന്റൻസിനർത്ഥം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരാൾ സെൽഫിഷായി ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ അവിടെ ഒരു ഐ എൻ ജി ഫോം യൂസ് ചെയ്യും. വൈ ആർ യു ബീയിങ് സോ സെൽഫിഷ്. ഇന്നെന്താ അല്ലെങ്കിൽ ഇപ്പം എന്താ നീ ഇത്ര സ്വാർത്ഥനായി പെരുമാറുന്നത്? വൈ ആർ യു സോ സെൽഫിഷ് അല്ല, വൈ ആർ യു ബീയിങ് സോ സെൽഫിഷ്. യു ആർ ഇൻ യൂഷ്വലി ലൈക്ക് ദിസ്. നീ സാധാരണ ഇങ്ങനെ അല്ലല്ലോ. യു ആർ ഇൻ യൂഷ്വലി ലൈക്ക് ദിസ്. അവൾ ഒരു നല്ല വ്യക്തിയാണ്. ഷീ ഈസ് എ നൈസ് പേഴ്സൺ. ഇന്നെന്താണ് ഇത്ര പരുഷമായി പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നോർമലി നല്ലൊരു വ്യക്തിയായ വളരെ കൈൻഡും പൊളൈറ്റും ആയ ഒരാൾ ഇന്ന് അല്പം റൂഡായിട്ടാണ് പെരുമാറുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. അതായത് ഇതാ വ്യക്തിയുടെ പൊതുവേ ഉള്ളൊരു ട്രേറ്റ് അല്ല. സാധാരണ അവരിങ്ങനെയല്ല ബിഹേവ് ചെയ്യാറ്. സാധാരണ നൈസാണ്. അതുകൊണ്ട് നമ്മളത് ഇങ്ങനെ പറയാം, ഷീ ഈസ് എ നൈസ് പേഴ്സൺ. അവളൊരു നല്ല വ്യക്തിയാണ്. ഷീ ഈസ് ബീയിങ് എ നൈസ് പേഴ്സൺ അല്ല, ഷീ ഈസ് എ നൈസ് പേഴ്സൺ. ഇന്ന് എന്താണ് ഇത്ര പരുഷമായി പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഷീ ഈസ് ബീയിങ് സോ റൂഡ് ടുഡേ.
ഐ ഡോണ്ട് നോ അല്ലെങ്കിൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡിന് പകരം നമുക്ക് നോയും ഉപയോഗിക്കാം. ഐ ഡോണ്ട് നോ വൈ ഷീ ഈസ് ബീയിങ് സോ റൂഡ് ടുഡേ. ഷീ ഈസ് സോ റൂഡ് ടുഡേ എന്നല്ല നമ്മൾ പറയുന്നത്, ഷീ ഈസ് ബീയിങ് സോ റൂഡ് ടുഡേ എന്നാണ്. ഷീ ഈസ് സോ റൂഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൾ എപ്പോഴും പരുഷമായി പെരുമാറുന്നവളാണ് എന്നാണ്. ഷീ ഈസ് ബീയിങ് സോ റൂഡ് എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്പം പരുഷമായിട്ടാണ് പെരുമാറുന്നത് എന്നർത്ഥം. ആളുകളുടെ പൊതുവെയുള്ള ട്രേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ING ഫോം അവിടെ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു പ്രത്യേക ഒക്കേഷനിൽ അവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു പ്രൈമറി ഓക്സിലറിക്ക് ശേഷം ബീയിങ് കൂടി യൂസ് ചെയ്യാറുണ്ട്. ഷീ ഈസ് എ നൈസ് പേഴ്സൺ. ഐ ഡോണ്ട് നോ വൈ ഷീ ഈസ് ബീയിങ് സോ റൂഡ് ടുഡേ. കാൽക്കുലേറ്റർ എടുത്തു വെക്കേണ്ട. എന്തെങ്കിലും ഒരു സാധനം എടുത്തു വെക്കുന്നതിന് നമുക്ക് പുട്ട് അവേ എന്ന് പറയാം. അതൊരു ഫ്രേസൽ വെർബാണ്. കാൽക്കുലേറ്റർ എടുത്തു വെക്കേണ്ട. ഡോണ്ട് പുട്ട് അവേ ദ കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ എടുത്തു വെക്കേണ്ട. ഡോണ്ട് പുട്ട് ദ കാൽക്കുലേറ്റർ അവേ എന്നും പറയാം, അല്ലെങ്കിൽ ഡോണ്ട് പുട്ട് അവേ ദ കാൽക്കുലേറ്റർ എന്നും പറയാം. ഇതൊരു സെപ്പറബിൾ ഫ്രേസൽ വെർബാണ്. സെപ്പറബിൾ ഫ്രേസൽ വെർബ് എന്ന് പറയുമ്പോൾ അതിന്റെ ആ രണ്ട് ഭാഗങ്ങളെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനിടയിൽ ആ ഒബ്ജക്റ്റിനെ നമുക്ക് അതിനിടയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഡോണ്ട് പുട്ട് ദ കാൽക്കുലേറ്റർ അവേ അല്ലെങ്കിൽ ഡോണ്ട് പുട്ട് അവേ ദ കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ എടുത്തു വെക്കേണ്ട. ഞാനത് ഉപയോഗിക്കുകയാണ്. ഐ ആം യൂസിങ് ഇറ്റ്. അതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ ഐ യൂസ് ഇറ്റ് എന്നല്ല പറയുന്നത്, ഐ ആം യൂസിങ് ഇറ്റ്. ഞാനത് ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. യൂസ് എന്ന വെർബിന് നമുക്ക് ING ഫോം യൂസ് ചെയ്യാം. ഏത് ടെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വെർബാണ് യൂസ്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റർ എടുത്തു വെക്കേണ്ട. ഡോണ്ട് പുട്ട് ദ കാൽക്കുലേറ്റർ എവേ. എനിക്ക് ഇപ്പോൾ അത് വേണം. ഐ നീഡ് ഇറ്റ് നൗ. ഐ ആം നീഡിങ് ഇറ്റ് നൗ എന്നല്ല പറയുന്നത്, ഐ നീഡ് ഇറ്റ് നൗ. നീഡ് എന്ന വെർബിന്റെ ING ഫോം നമ്മൾ യൂസ് ചെയ്യാറില്ല. ഐ നീഡ് ഇറ്റ് നൗ. എനിക്ക് ഇപ്പോൾ അത് വേണം. വേണം എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ് ആണ്, ഒരു ആക്ടിവിറ്റി അല്ല, അല്ലേ? ഞാനത് ഉപയോഗിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതൊരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ യൂസ് എന്ന വെർബിന്റെ ING ഫോം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഐ ആം യൂസിങ് ഇറ്റ്. അതാണ് പറഞ്ഞത്, ഞാൻ കാൽക്കുലേറ്റർ ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. പക്ഷെ നീഡ് എന്ന വെർബിന്റെ ING ഫോം നമ്മൾ യൂസ് ചെയ്യില്ല. ഐ നീഡ് ഇറ്റ് നൗ. എനിക്ക് ഇപ്പോൾ അത് വേണം. ഐ ആം നീഡിങ് ഇറ്റ് അല്ല, ഐ നീഡ് ഇറ്റ് നൗ. ഇന്ന് എനിക്ക് നല്ല സുഖം തോന്നുന്നു. നമ്മുടെ ഇങ്ങനത്തെ ഫിസിക്കലായ അല്ലെങ്കിൽ മെന്റലായ സെൻസേഷൻസിനെ കുറിച്ചൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് തിങ്ക് അല്ല, ഫീൽ ആണ്. എനിക്ക് ഇന്ന് നല്ല സുഖം തോന്നുന്നു. കൂടുതൽ സുഖം തോന്നുന്നുണ്ട് എന്ന അർത്ഥത്തിൽ ഐ ഫീൽ ബെറ്റർ ടുഡേ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? ഐ ആം ഫീലിംഗ് ബെറ്റർ ടുഡേ എന്നും പറയാം. ഫീൽ എന്ന വെർബിന്റെ ഈ മീനിങ്ങിൽ ഫീൽ എന്ന വെർബിന്റെ ING ഫോമും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ V1 യൂസ് ചെയ്യാം. ഈ ഒരു അർത്ഥത്തിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ സിമ്പിൾ പ്രസന്റ് ടെൻസിലും ഉപയോഗിക്കാം, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും യൂസ് ചെയ്യാം. ഐ ഫീൽ ബെറ്റർ ടുഡേ എന്ന് പറഞ്ഞാലും ഐ ആം ഫീലിംഗ് ബെറ്റർ ടുഡേ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ഇത് ഫീൽ എന്ന വെർബിന്റെ ഒരു പ്രത്യേകതയാണ്. നേരത്തെ ചില എക്സാമ്പിൾസിൽ നമ്മൾ തിങ്ക് എന്ന വെർബിന്റെ കാര്യം നോക്കിയിരുന്നു. തിങ്കിന് ING ഫോമിൽ ഉപയോഗിക്കുമ്പോൾ വരുന്ന മീനിങ് അല്ല അതിന്റെ V1 ആയി ഉപയോഗിക്കുമ്പോൾ. പക്ഷെ ഫീൽ അങ്ങനെയല്ല. നമ്മളുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ സെൻസേഷൻസിനെ കുറിച്ചെല്ലാം പറയുന്നതിന് വേണ്ടി ഫീൽ എന്ന വെർബ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ING ഫോമും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ V1 യൂസ് ചെയ്യാം, ഒരേ മീനിങ്ങിൽ. ഐ ഫീൽ ബെറ്റർ ടുഡേ അല്ലെങ്കിൽ ഐ ആം ഫീലിംഗ് ബെറ്റർ ടുഡേ. നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. തിങ്ക് എന്ന മീനിങ്ങിലും നമുക്ക് ഫീൽ ഉപയോഗിക്കാം. ഐ തിങ്കിന് പകരം നമുക്ക് ഐ ഫീൽ എന്ന് പറയാവുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ ഫീലിന്റെ ING ഫോം നമ്മൾ യൂസ് ചെയ്യില്ല. നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഐ ഫീൽ വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. ഐ ആം ഫീലിംഗ് വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക് എന്ന് പറയരുത്. ഇവിടെ നമ്മൾ ദാറ്റ് എന്ന ഈ കണക്ടർ ഇവിടെ ഓപ്ഷണൽ ആണ്. ഐ ഫീൽ ദാറ്റ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഐ ഫീൽ എന്ന് പറഞ്ഞാലും മതി. തോന്നുക എന്ന അർത്ഥത്തിൽ തിങ്കിന് പകരമായി നമ്മൾ ഫീൽ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ING ഫോം നമ്മൾ ഉപയോഗിക്കില്ല. ഐ ഫീൽ ദാറ്റ് വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഐ തിങ്ക് ദാറ്റ് വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. ഇങ്ങനെ തോന്നുക എന്ന അർത്ഥത്തിൽ തിങ്കിന്റെ ING ഫോമും നമ്മൾ യൂസ് ചെയ്യില്ല. ആലോചിക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ തിങ്കിന്റെ ING ഫോം യൂസ് ചെയ്യുക. ഐ എം തിങ്കിങ് അബൌട്ട് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് എന്നർത്ഥം. അവൾ എന്നോട് അവളുടെ പേര് പറഞ്ഞു. ഷീ ടോൾഡ് മീ ഹെർ നെയിം. അവൾ എന്നോട് അവളുടെ പേര് പറഞ്ഞു. പക്ഷെ ഞാനത് ഓർക്കുന്നില്ല. ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ്. ഐ ആം നോട്ട് റിമെമ്പറിങ് ഇറ്റ് അല്ല, ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ്. റിമെമ്പറിന്റെ ING ഫോം നമ്മൾ യൂസ് ചെയ്യാറില്ല. റിമെമ്പർ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഷീ ടോൾഡ് മീ ഹെർ നെയിം ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ്. എനിക്കത് ഓർമ്മ വരുന്നില്ല. ഐ ആം നോട്ട് റിമെമ്പറിങ് ഇറ്റ് അല്ല, ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മൾ സർവ്വസാധാരണയായി യൂസ് ചെയ്യുന്ന ചില വേർബ്സ് നോൺ കണ്ടിന്യൂസ് ആണ്. അതായത് അതിന്റെ ING ഫോം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ആ വേർബ്സിനെ നമുക്ക് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ആ വേർബ്സ് ഏതെല്ലാമാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ക്ലാസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലുള്ള മറ്റു വീഡിയോസും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.